الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون സത്യവിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ട്. മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. സൂറത്തുൽ അംബിയായിലെ 25-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനമായ 2 ഘടകങ്ങൾ, അതാണ് ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ ധാരാളമായി ആവർത്തിച്ചു പറഞ്ഞ 2 അടിസ്ഥാന ഘടകങ്ങളാണ് ദീനിനുള്ളത്. അതാണ് 2 ഷഹാദ കലിമകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ 2 വചനങ്ങൾ അതിനെയാണ് അറിയിക്കുന്നത്. ആ 2 വചനങ്ങൾ പഠിപ്പിക്കുന്ന ആശയമാണ് ഒന്ന്, അല്ലാ യുഅബദ ഇല്ലല്ലാഹ്, 2 വഅല്ലാ യുഅബദ ഇല്ലാ ബിമാ ശറഅ അല്ലാഹ്. ഈ 2 അടിസ്ഥാനങ്ങളിലാണ് ഈ 2 കലിമത്ത് നിലനിൽക്കുന്നത്. ഒന്ന്, അല്ലാ യുഅബദ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. ഇബാദത്ത് പടച്ച റബ്ബിനു മാത്രം. എന്തു ന്യായങ്ങൾ പറഞ്ഞാലും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വകുപ്പില്ല, പടച്ച റബ്ബിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന അടിസ്ഥാനമാണ്. ഈ ആയത്തിന്റെയും ആശയം അതാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ.
നബിയെ താങ്കൾക്ക് ഏത് റസൂലിനെ നാം നിയോഗിച്ചിട്ടുണ്ട് എങ്കിലും ആ റസൂൽ എല്ലാം നൽകിയ വഹ്യാണ് അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇലാഹില്ല എന്ന കാര്യം. ഫഅ്ബുദൂൻ, അതിനാൽ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണേ എന്ന് വഹ്യ് നൽകാത്ത ഒറ്റ റസൂലും കഴിഞ്ഞു പോയിട്ടില്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരാവട്ടെ ജിന്നാവട്ടെ നാം സൃഷ്ടിച്ചത് എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടി അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തി. ഇല്ലാ ലിയഅ്ബുദൂൻ എന്നതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ തഫ്സീർ കാണാം. ഐ ഇല്ലാ ലിയുവഹ്ഹിദൂൻ, എന്നെ തൗഹീദ് അംഗീകരിക്കാൻ വേണ്ടിയല്ലാതെ, എന്റെ ഏകത്വത്തെ അംഗീകരിക്കാൻ വേണ്ടി അല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. രണ്ടാമതൊരു വശം അല്ലാ യുഅബദ ഇല്ലാ ബിമാ ശറഅ അല്ലാഹ്, അല്ലാഹു തആല ശരീഅത്തായി നിശ്ചയിച്ച, ദീനായി നിശ്ചയിച്ച, നിയമമായി നിശ്ചയിച്ച കാര്യങ്ങൾ എന്താണോ ആ നിലക്കല്ലാതെ റബ്ബിനെ ആരാധിക്കാൻ പാടില്ല. ഇബാദത്തുകളെല്ലാം വഹ്യു പ്രകാരം മാത്രമാണ്. ഒന്ന്, റബ്ബിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. രണ്ട്, ഏത് ഇബാദത്തും അള്ളാഹു പഠിപ്പിച്ച പ്രകാരമല്ലാതെ ചെയ്യാനും പാടില്ല. ഇതാണ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിന്റെ ഒരു ആശയം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല നിയോഗിച്ചത് ഈ ശരീഅത്ത് പഠിപ്പിക്കുവാനാണ്. എങ്ങനെ ഇബാദത്ത് ചെയ്യാമെന്ന് പഠിപ്പിക്കാനാണ്. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ നബിമാർ വരേണ്ട കാര്യമില്ല. അത് മനുഷ്യന്റെ ഫിത്രത്താണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാവരും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. സമ്മബവാഹു യുഹവ്വിദാനിഹി വയുയസ്സിറാനിഹി വയുമജ്ജിസാനിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. തന്റെ സട്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാനം മനുഷ്യന്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട കാര്യമാണ്. അത് പഠിപ്പിക്കാൻ ഒരു നബി വരേണ്ട കാര്യമില്ല. ബാഹ്യമായ സമ്മർദ്ദങ്ങൾ ഒന്നുമില്ലെങ്കിൽ മനുഷ്യൻ അവന് ജനിച്ച പ്രകൃതിയിൽ തന്നെ വളരാൻ വിട്ടാൽ ആ മനുഷ്യൻ തന്റെ സട്ടാവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. പക്ഷെ എങ്ങനെ ആരാധിക്കണം, എന്തൊക്കെയാണ് ഇബാദത്ത്, ഏതൊക്കെയാണ് ഇബാദത്ത് എന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. അത് പഠിപ്പിക്കാനാണ് അല്ലാഹു തആല റസൂലുമാരെ നിയോഗിച്ചത്. അതാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്ന പ്രഖ്യാപനം. ആ നബിതങ്ങൾ എന്താണോ പഠിപ്പിച്ചത്, എങ്ങനെയാണോ പഠിപ്പിച്ചത്, അത് അതേപടി സ്വീകരിക്കുക. ഈ രണ്ട് അടിസ്ഥാനത്തിലാണ് മതം നിലകൊള്ളുന്നത്. അത് അപ്പുറമുള്ള അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ ബിദ്അത്തുകളോ ഖുറാഫാത്തുകളോ അതുമായി ബന്ധമുള്ള കാര്യമല്ല. പക്ഷെ ഇന്ന് ഈ രണ്ട് അടിസ്ഥാനങ്ങളെയും അതിലെല്ലാം ഘടകവിരുദ്ധമായ, ദീനിന് നേരെ വിപരീതമായ വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ പേരുകളിൽ കടന്നു വരുന്ന വ്യത്യസ്തമായ രീതികൾ ആഘോഷങ്ങളായും ആചാരങ്ങളായും ഒക്കെ പലതും അനുഷ്ഠിക്കുമ്പോൾ ഈ രണ്ട് അടിസ്ഥാനങ്ങൾ അവിടെ ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒന്ന്, പടച്ചറബല്ലാത്തവരിലേക്ക് ഇബാദത്തുകൾ പോകുന്നു, മതത്തിന്റെ പേരിലും പോകുന്നു, അല്ലാതെയും പോകുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാനം ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയുമാണെങ്കിൽ ഇതര മതങ്ങളെല്ലാം മിക്കവാറും ബഹുദൈവ ആരാധനയിൽ അധിഷ്ഠിതമാണ്. അവരുടെ വിശ്വാസങ്ങൾ ആ നിലക്കായിരിക്കും. ഒരുപാട് ദൈവങ്ങളെ സ്വീകരിക്കുന്നവർ, പല അവതാര സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ, പലതിനെയും ആരാധിക്കുന്നവർ, പലരെയും ആരാധ്യരായി കാണുന്നവർ എല്ലാമാണ് ഇതര മതസ്ഥർ. ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിൽ വ്യത്യസ്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഇസ്ലാം അതിന്റെ അടിസ്ഥാന വിശ്വാസം തൗഹീദാണ്. പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് തന്നെയാണ്. പക്ഷെ അവരുമായി പലപ്പോഴും കൂടിയും കുഴഞ്ഞും ജീവിക്കുമ്പോൾ ഈ അടിസ്ഥാനം പോലും വിസ്മരിക്കുകയും അതേ വിശ്വാസങ്ങളെ ഇങ്ങോട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന രീതികളുണ്ട്. അമ്പിയാക്കളെയും മൗലിയാക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അവരും നമ്മെ സഹായിക്കാൻ എത്തുമെന്ന് വിചാരിക്കുന്നവർ, മരിച്ചുപോയ ആളുകൾ പോലും വിളിച്ചാൽ വെളിപ്പുറത്ത് ഓടിയെത്തുമെന്നും രക്ഷപ്പെടുത്തുമെന്നും കൈപിടിക്കുമെന്നും സഹായിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളും അത് ഉൾക്കൊള്ളുന്ന പാട്ടുകളും ബെയ്ത്തുകളും പദ്യങ്ങളും ഗദ്യങ്ങളും ഒക്കെ പള്ളികളിൽ വെച്ച് പോലും, പള്ളി മിമ്പറിൽ വെച്ച് പോലും പ്രഖ്യാപിക്കപ്പെടുന്നിടത്താണ് ഇന്ന് സമൂഹമുള്ളത്. ഇതര മതക്കാർക്ക് പക്ഷേ അത്തരം വിശ്വാസം ഉണ്ടായേക്കാം. അവര് പലരെയും വിളിച്ചു പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുമെന്നും ഓടിയെത്തുമെന്നും സഹായിക്കുമെന്നും അവർ വിശ്വസിച്ചേക്കാം. ഒരു മുസ്ലിമിന് അത് വിശ്വസിക്കാൻ നിർവാഹമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു, വല്ലദീന തദഊന മിൻ ദൂനിഹി, പടച്ച റബ്ബിനെ പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകൾ
ആരാണെങ്കിലും ശരി അവരാരും മാ യംലികൂന മിൻ ഖിത്മീർ, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഖിത്മീർ പോലും ഉടമയാക്കുന്നില്ല. ഈത്തപ്പന കുരുവിന്റെ മീതെയുള്ള നേരിയ പാടക്കാണ് അറബിയിൽ ഖിത്മീർ എന്ന് പറയുക. ഖിത്മീർ ഈത്തപ്പഴത്തിന്റെ കുരു, ആ കുരുവിനെ മീതെ ആ കുരുവിനെ പൊതിഞ്ഞുകൊണ്ട് വെളുത്ത ചെറിയൊരു പാട കാണാം. ആ പാടക്കാണ് അറബിയിൽ ഖിത്മീർ എന്ന് പറയുന്നത്. ആ ഖിത്മീർ പോലും അവർ ഉടമയാക്കുന്നില്ല. ലവലേശം ഒരു കഴിവുമില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതിന് അറബികൾ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ഒരു ഖിത്മീർ പോലുമില്ല. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു നയാ പൈസ ഇല്ല എന്ന് പറയുന്ന പോലെ അവിടെ പ്രയോഗമാണത്. ഒരു ഖിത്മീർ പോലും ചെയ്യാൻ കഴിയില്ല. അതാ പഠിച്ചു ഉപയോഗിച്ച പ്രയോഗം. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്താലും ശരി, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഖിത്മീർ പോലും ഉടമയാക്കുന്നില്ല. അതുകൊണ്ട് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദുആ അവരാരും കേൾക്കയില്ല. പടച്ച റബ്ബിന് പുറമെ ആരോട് തേടിയാലും വല്ലദീന തദ്ഉന മിൻ ദൂനിഹി, അവന് പുറമെ നിങ്ങൾ ആരോടൊക്കെ തേടിയാലും ശരി, ആരോടൊക്കെ പ്രാർത്ഥിച്ചാലും ശരി, അവരാരും ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമയാക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇത് കേട്ടുവെന്ന് സങ്കൽപ്പിച്ചാൽ പോലും മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയുമില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, അന്റെ നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യുമെന്നാണ് അല്ലാഹു തആല എടുത്തു പറഞ്ഞത്. സൂറത്ത് ഫാത്തിറിലെ 13-14 വചനങ്ങൾ. സൂറത്ത് അഹ്ഖാഫിൽ 5-6 ആയത്തുകൾ സമാനമായി പഠിപ്പിച്ചു. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഖിയാമത്ത് വരെ ഉത്തരം ചെയ്യാത്തവരെ വിളിച്ചു തേടുന്നവരെക്കാളും വഴിപിഴച്ച മറ്റാരുണ്ട് എന്നാണ് സൂറത്ത് അഹ്ഖാഫിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. വമൻ അളല്ലു, ഇവരെക്കാളും ദലാലത്തായവൻ, ഇവരെക്കാളും വഴിപിഴച്ചവൻ മറ്റാരുണ്ട്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ദുആ ചെയ്യുന്നവനേക്കാൾ. ആരെയാണ് ദുആ ചെയ്യുന്നത്? മൻ ലാ യസ്തജീബു ലഹു, ഉത്തരം ചെയ്യാത്തവരെ. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് വരെ ഉത്തരം ചെയ്യാത്തവരെയാണ് അവർ വിളിച്ചു തേടുന്നത്. അവനേക്കാളും വഴിപിഴച്ച മറ്റാരാണുള്ളത്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഇവരുടെ പ്രാർത്ഥനയെ കുറിച്ച് അവർ അശ്രദ്ധരാകുന്നു. വഇദാ ഹുശിറ അന്നാസ് കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. നാളെ പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നിങ്ങൾ ആരോടാണോ തേടിയത് അവർ ഇവരുടെ ശത്രുക്കളായി മാറുന്നത്. തേടപ്പെട്ടവർ തേടിയവരുടെ ശത്രുക്കളായി മാറും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, ഈ ചെയ്ത ഇബാദത്തിനെ, ഈ ചെയ്ത ആരാധനയെ അവർ നിഷേധിക്കുകയും ചെയ്യുമെന്നാണ് സൂറത്ത് അഹ്ഖാഫിലെ 5-6 ആയത്തുകളിൽ അല്ലാഹു തആല പരിചയപ്പെട്ടു. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. അതിനപ്പുറത്താണ് ആളുകളുടെ വിശ്വാസം. റബീഉൽ മാസം വന്നപ്പോ ഈ ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികളിൽ ഇവരൊക്കെ വ്യത്യസ്തരായ ആളുകളെ, പ്രവാചകന്മാരല്ലാത്തവരെ എല്ലാം വിളിച്ചു തേടി അവരൊക്കെ വിളി കേൾക്കും, ഓടിയെത്തും, സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നിടത്താണ് ഇന്ന് നമ്മൾ കേട്ട പല പള്ളിയിലുമുള്ള പ്രഖ്യാപനങ്ങൾ. ഇതര മതക്കാർ അവിടെ ആഘോഷത്തിന്റെ ഭാഗമായി അവർ വിശ്വസിക്കുന്ന ഐതിഹ്യം കൊല്ലത്തൊരിക്കൽ നാട് കാണാൻ വരുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ഇവിടെ കൊല്ലത്തൊരിക്കലല്ല, എപ്പ വിളിച്ചാലും ഓടിയെത്താൻ കഴിവുള്ളവരായിട്ടാണ് ഇവിടെ വിശ്വസിക്കുന്നത്. എത്രമാത്രം മതപതിച്ചു പോയി ഈ ഉമ്മത്ത്. നബി തങ്ങളോട് മാഷാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോഴേക്ക് നബിയെ നിങ്ങളും അല്ലാഹും ഉദ്ദേശിച്ചാൽ നടക്കുമെന്ന് പറയുമ്പോൾ നബി തങ്ങൾ തിരിച്ചു കൊടുക്കുന്നു, അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, എന്നെ സൃഷ്ടിച്ച റബ്ബിനോട് നീ എന്നെ തുല്യനാക്കുകയാണോ എന്നാ ചോദിച്ചത്. ആ ഒറ്റ വാക്കേ ഉള്ളൂ. അല്ലാഹും റസൂലും ഉദ്ദേശിച്ചാൽ. ആ ഒരു വാക്കിന്റെ പേരിൽ നബി തങ്ങൾ ചോദിച്ചു, നീ എന്നെ അള്ളാഹിനെ പോലെ ആക്കുകയാണോ എന്ന്. ആ നബിയെ വിളിച്ചുകൊണ്ടാണ് ഇവിടെ വിളിച്ചു തേടുന്നത്. പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന മൈക്കിലൂടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ വിളിച്ചാൽ കേൾക്കുമെന്നും അറിയുമെന്നും ഇടപെടുമെന്നും ഇവിടൊക്കെ വന്ന് ഇതൊക്കെ കണ്ടാസ്വദിക്കുമെന്നും വരെ പ്രസംഗിക്കുന്നിടത്തേക്കാണ് ഇന്ന് പലരും എത്തിയിരിക്കുന്നത്. ഈ രണ്ടടിസ്ഥാനങ്ങൾ തകരുകയാണ് ഇവിടെ. ഒന്ന്, അല്ലാ യുഅ്ബദ ഇല്ലല്ലാഹ്, പടച്ച റബ്ബിനല്ലാതെ ഇബാദത്ത് ഇല്ല. രണ്ട്, അല്ലാ യുഅ്ബദ ഇല്ലാ ബിമാ ശറഅ അല്ലാഹ്,
അള്ളാഹു ശരീഅത്താക്കിയ നിയമമാക്കിയ പ്രകാരമല്ലാത്ത ഒരു ഇബാദത്തുമില്ല. അതും തകരുന്നു. അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത ഒരു ആഘോഷം കൊണ്ടുവരികയും അത് മതത്തിന്റെ പേരിൽ കെട്ടിവെക്കുകയും അതാണ് മതമെന്ന പേരിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് ഇന്ന് ഉമ്മത്തെത്തിയിരിക്കുന്നത്. ഈ അടിസ്ഥാനം സഹോദരങ്ങളെ നമ്മൾ വിസ്മരിച്ചുകൂടാ. മതത്തിന്റെ അടിസ്ഥാനമാണ് തകർക്കപ്പെടുന്നത്. തൗഹീദിൽ വരുന്ന ചെറിയ ചെറിയ പാകപ്പിഴവുകൾ പോലും എല്ലാം തകർന്നുകാൻ പര്യാപ്തമാണ്. മറ്റു കാര്യങ്ങളെപ്പോലെയല്ല. വിശ്വാസത്തിൽ വീഴ്ചകൾ വന്നാൽ, വിശ്വാസരംഗത്ത് തകരാറ് സംഭവിച്ചാൽ അതോടുകൂടി എല്ലാം തകർന്നടിയും. അവന്റെ മുഴുവൻ അമലും ബാത്തിലാകുമെന്നാണ്. അല്ലാഹു തആല പരിചയപ്പെടുത്തി. നബിയെ താങ്കൾ ശിർക്ക് ചെയ്താലും ശരി നിങ്ങളുടെ അമലെല്ലാം ബാത്തിലാകും. തീർച്ചയായും നബിയെ നിങ്ങൾ നട്ടക്കാലിൽ പെട്ടുപോകുമെന്ന് നബിയോട് അല്ലാഹു തആല പറയുന്നു. നബി നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടുമില്ല, ഒരു പാപവും ചെയ്യാത്തവരാണ്. എന്നിട്ട് പോലും ആ നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സൂറത്തുൽ സുമറിലെ 65-ാമത്തെ വചനം 39-ാമത്തെ അധ്യായം 65-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞു, നബിയെ നിങ്ങൾ ശിർക്ക് ചെയ്താലും നിങ്ങളുടെ എല്ലാ അമലും ബാത്തിലാകും, എല്ലാം തകർന്നു പോകും. വിശുദ്ധ ഖുർആനിൽ 25 അമ്പിയാക്കന്മാരെ പേരാണ് മൊത്തം എടുത്തു പറഞ്ഞത്. അതിൽ 18 പ്രവാചകന്മാരെ പേര് സൂറത്തുൽ അൻആമിൽ കാണാം. ഈ 18 അമ്പിയാക്കന്മാരെ പേര് പറഞ്ഞതിന് ശേഷം സൂറത്തുൽ അൻആമിലെ 88-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരാര് ശിർക്ക് ചെയ്താലും ശരി അവരുടെ എല്ലാ അമലും ബാത്തിലായി പോകും. ഈ പ്രവാചകന്മാർ 18 പേര് പേരെടുത്ത് പറഞ്ഞ ശേഷമല്ലാണ് ഇവരാര് ശിർക്ക് ചെയ്താലും ശരി അവരുടെ അമലെല്ലാം ബാത്തിലായി പോകും. എന്നിട്ടാണ് ഒന്നുമല്ലാത്ത നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവരൊക്കെ സഹായിക്കുമെന്നും ഓടിയെത്തുമെന്നും ഹാജരാകുമെന്നും അതൊക്കെ കഴിവുണ്ട് എന്നൊക്കെയുള്ള തലതിരിഞ്ഞ വിശ്വാസം കീറിയടക്കുകയും ഇതാണ് ദീനി എന്ന് വിചാരിക്കുകയും ചെയ്യുന്നിടത്തേക്ക് ഈ ഉമ്മത്തെത്തിയിരിക്കുന്നത്. അവിടെ അടിസ്ഥാനം പഠിക്കുകയും ദീനിന്റെ ഈ അടിസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുകയും നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ കർമ്മങ്ങളെ അതുപ്രകാരം ക്രമീകരിക്കുകയും ചെയ്യാനാണ് നാം പരിശ്രമിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ 2 അടിസ്ഥാനങ്ങളാണ് മതത്തിന്റെ അസ്ല്. രണ്ടാമത്തെ കാര്യം അല്ലാഹുവും റസൂലും പഠിപ്പിച്ച പ്രകാരം മാത്രമേ ഇബാദത്തുള്ളൂ എന്നാണ്. അല്ലാത്ത ഇബാദത്തല്ല. അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്ത നിസ്കാരം നിസ്കരിച്ചാൽ അത് നിസ്കാരമല്ല. ശരീഅത്തിൽ സ്ഥിരപ്പെടാത്ത നോമ്പൊരാൾ നോറ്റാൽ നോമ്പല്ല. നബി തങ്ങൾ പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു അമൽ ചെയ്തു, ആ അമലിന് നമ്മുടെ കൽപ്പന ഇല്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, തള്ളപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു അമൽ ആരെങ്കിലും ചെയ്താൽ ആ അമൽ തള്ളപ്പെടുമെന്ന് നബി തങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. ദീനാകണമെങ്കിൽ അല്ലാഹുവും റസൂലും പഠിപ്പിക്കണം എന്നർത്ഥം. അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്ത അമൽ ആര് ചെയ്താലും ശരി അത് അമലായി പരിഗണിക്കുകയില്ല, പരലോകത്ത് പ്രതിഫലാർഹമായി മാറുകയുമില്ല. നബി തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ സ്വാഹിബു സിർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാണ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ തന്റെ കയ്യിൽ കുറച്ച് ചരൽക്കല്ലുകൾ വാരിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ചരൽക്കല്ലുകൾ പോലെ വ്യക്തമാണ്, പ്രശോഭിതമാണ് അള്ളാഹുവിന്റെ ദീൻ എന്നത്. ശേഷം അദ്ദേഹം ആ ചരൽക്കല്ലുകൾ വെക്കുകയും അതിനു മീതെ കുറെ മണ്ണുകൾ വാരിയിട്ടു. മണ്ണ് വാരിയിട്ടിട്ട് ആ ചരൽക്കല്ലെല്ലാം മണ്ണിലേക്ക് അങ്ങ് മൂടിപ്പോയി. ആ കല്ലുകൾ കാണാത്ത അവസ്ഥയെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മണ്ണ് കൊണ്ട് ഈ കല്ലുകൾ മൂടിപ്പോയതുപോലെ
ഭാവിയിൽ ചില ആളുകൾ വരും, അവിടെ ഈ ദീനിനെ അവർ ഒരു മൂടിക്കളയും. ചില ആളുകൾ വരാനുണ്ട്, ഈ ദീനിനെ അവർ കുഴിച്ചു മൂടും, ഈ ചളിക്കല്ലുകളെ മൂടിപ്പോയതുപോലെ ബിദ്അത്തുകൾ ചെയ്തുകൊണ്ട് മതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ മതത്തിന്റെ മേലെ കൊണ്ടുവന്ന് മൂടി അതെല്ലാം ഇതിനെ മീരയിട്ട് അവസാനം ഈ മതം കാണാത്ത അവസ്ഥയിലേക്ക് പോകുമെന്ന് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇബ്നു വല്ലാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദഅ എന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ സംഭവമാണ്. സമാനമായ ധാരാളം സംഭവങ്ങൾ സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ കഴിയും. മതത്തിലേക്ക് ഇല്ലാത്തത് കൊണ്ടുവരികയും ആ ഓരോന്ന് കൊണ്ടുവരുമ്പോൾ പകരം മതമാണ് അതിന് ഉള്ളിൽ മൂടപ്പെട്ടു പോകുന്നത്. ഓരോന്ന് വന്നിടുമ്പോൾ വ്യക്തമായ ദീന് അത് മറക്കപ്പെട്ടു പോവുകയാണ്, അത് മൂടപ്പെട്ടു പോവുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ബിദ്അത്ത് വന്നാൽ സമാനമായ സുന്നത്ത് ഇല്ലാതായി പോകാതിരിക്കില്ല. ഓരോ ബിദ്അത്ത് വരുമ്പോഴും സുന്നത്തുകൾ അത് ഇല്ലാതായി പോകും. ഹത്താ തഹ്യൽ ബിദ്അ വതമൂത സുനൻ. അവസാനം ബിദ്അത്തുകൾ സജീവമായി വരികയും സുന്നത്തുകൾ നിർജീവമായി മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്ന സ്വഹാബി പഠിപ്പിക്കുകയാണ്. ബിദ്അത്തുകൾ വ്യാപിച്ച് വന്ന് സമാനമായി ഓരോ സുന്നത്തങ്ങൾ ഇല്ലാതായി പോയി അവസാനം ബിദ്അത്തിനായിരിക്കും ഹയാത്ത് ഉണ്ടാകും. തഹ്യൽ സുനൻ, സുന്നത്തിന് ഹയാത്ത് ഉണ്ടാകും, ബിദ്അത്തുകൾക്ക് ഹയാത്ത് ഉണ്ടാകും. ബിദ്അത്തുകൾ സജീവമായി മാറും, സുന്നത്തുകൾക്കോ ആ സജീവമൊന്നുമില്ല, സുന്നത്തെല്ലാം നിർജീവമായി പോകും. അത് ഒറ്റപ്പെട്ട ആളുകൾ മാത്രം ചെയ്യുന്ന, അതെവിടെയും അങ്ങനെ അതിനൊരു പേരും പെരുമയും ഇല്ലാത്ത, അതിലെവിടെയും അങ്ങനെ ഒരു സജീവത ഇല്ലാത്ത അവസ്ഥയിലേക്ക് സുന്നത്തുകൾ നിർജീവമായി മാറും, ബിദ്അത്തുകൾ സജീവമായി വരികയും ചെയ്യുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്, നബി തങ്ങളെ കൂടെ ജീവിച്ച ആളാണല്ലോ നിങ്ങളൊക്കെ, ആ നബി എങ്ങാനും ഇന്ന് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഏതെങ്കിലും കാര്യം നബി എതിർക്കുമോ, നബിക്ക് പരിചയമില്ലാത്ത വല്ലതും ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഇന്ന് നബി എങ്ങാനും വന്നാൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും കാര്യം നബിക്ക് പരിചയം ഉള്ളതുണ്ടാകുമോ എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത്. സ്വഹാബിയാണ് ആ ചോദിക്കുന്നത്. ഇമാം ഔസാഇയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് ഉദ്ധരിച്ചവർ പറയുന്നു, എങ്കിൽ ആ അബൂ ദർദാ ഇന്ന് വരികയാണെങ്കിൽ എന്തായിരിക്കും പറയുക എന്നാണ് ഔസാഇ ഇമാം പിന്നെ പറഞ്ഞത്. അന്ന് അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ ഇന്ന് അദ്ദേഹം വന്നാൽ അദ്ദേഹം എന്തു പറയുമെന്ന് ഇമാം ഔസാഇ പറയുന്നു. ശേഷം ഇബ്നു വല്ലാഹി പറയാണ്, ഇന്ന് ഔസാഇ വന്നാൽ അദ്ദേഹം എന്തായിരിക്കും പറയുക. ഇതൊക്കെ 1000 കൊല്ലം മുമ്പ്, 1100 കൊല്ലം മുമ്പ് രേഖപ്പെടുത്തി വെച്ച, ഇന്നാണെങ്കിലോ പറയേണ്ടതുമില്ല. ആ രൂപത്തിലേക്ക് സുന്നത്തുകളെല്ലാം കുഴിച്ചു മൂടപ്പെട്ട് ബിദ്അത്തുകൾ അതിനു മീതെ മണ്ണുകളായി വന്ന് ചൊരിഞ്ഞ് ആ ബിദ്അത്ത് കൊണ്ട് സുന്നത്തുകളെ മൂടിക്കളയുന്ന ഈ മതത്തിനെ അവർ ദഫൻ ചെയ്യുമെന്നാണ്. ദഫൻ ചെയ്യാം, സാധാരണ മരിച്ച മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി മൂടുന്നതിന് ഈ വാക്ക് ഉപയോഗിക്കാം. ഖബറടക്കുക എന്ന വാക്കിന് ദഫന എന്നാണ് ഉപയോഗിക്കാറുള്ളത്. ആ പദമാണ് ഉപയോഗിച്ചത്. എന്നതുപോലെ ദീനിനെ മണ്ണിനടിയിൽ കുഴിച്ചു മൂടുന്ന ആളുകൾ വരാനുണ്ട് ബിദ്അത്തുകളുമായിട്ട്. അങ്ങനെ ആ ബിദ്അത്തുകൾ സജീവമായി, അതാണ് ദീന്, അതാണ് പുറത്തേക്ക് കാണുക, അതിലാണ് സജീവത. ശരിയായ മതം അതിനടിയിൽ മൂടപ്പെട്ടു പോയി, കുഴിച്ചു മൂടപ്പെട്ടു പോയി എന്ന സാഹചര്യം വരാനുണ്ട് എന്ന് നബിതങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായി വിശേഷിപ്പിക്കപ്പെടുന്ന സ്വഹീബു സിർ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് സുന്നത്തുകൾക്ക് ഇവിടെ ഒരു പ്രസക്തിയില്ല, അതാർക്കും ആവശ്യമില്ല. ബിദ്അത്തുകൾ സജീവമായി മാറി. എല്ലാത്തിനേക്കാൾ മുമ്പിൽ ബിദ്അത്തുകളാണ് ഇന്ന് സ്ഥാനം കൈയടക്കിയിരിക്കുന്നത്. അവിടെ സുന്നത്തുകളെ മുറുകെ പിടിക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഭാഗമാണ്. ആ സുന്നത്തുകൾ ജീവിതത്തിൽ പാലിക്കലും അത് പ്രചരിപ്പിക്കലും സമൂഹത്തിലേക്ക് അത് ഏതെല്ലാം അർത്ഥത്തിൽ ആ സുന്നത്തുകളെ സജീവമാക്കാൻ കഴിയുമോ അതൊക്കെ സജീവമാക്കലുമെല്ലാം നമ്മുടെ ദീനിന്റെ അടിസ്ഥാന ബാധ്യതയായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാവരും അങ്ങനെയല്ലേ, ഭൂരിപക്ഷം അങ്ങനെയല്ലേ, നമ്മൾ മാത്രം എന്താ കൊടുക്കാനില്ല. ഒറ്റപ്പെട്ടവരാണെങ്കിലും ആ ചെയ്യാനുള്ള ബാധ്യതകൾ നിർവഹിക്കുക, സുന്നത്തുകൾ കൂടെ സജീവമാക്കുക. ഈ ഉമ്മത്ത് ഫസാദാകുമ്പോൾ സുന്നത്തുകളെ സജീവമാക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഹദീസുകൾ ചില ഓഫറുകൾ നമുക്ക് കാണാൻ കഴിയും. അവർ ഉറബാക്കളായിരിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഉറബാഇന് മംഗളാശംസകൾ. അപരിചിതന്മാർ, ഉറബ എന്നാണ് അപരിചിതന്മാർ. ദീനും പ്രകാരം ജീവിക്കുന്നവർ,
സുന്നത്ത് പ്രകാരം ജീവിക്കുന്നവർ ഗരീബുകളായി മാറും, ഖുറബാക്കളായി മാറുമെന്നാണ് ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് കിതാബുൽ ഇത്സാമിൽ വിശദീകരിക്കുന്നത്. എന്താണ് ഖുറബാ? ഖുറബാ എന്ന് പറഞ്ഞാൽ അപരിചിതർ എന്നാണ്. ഒരു അന്യ നാട്ടിൽ നിന്ന് ഇവിടെ ഒരാൾ വന്നാൽ എല്ലാവരും അയാൾ നോക്കും, ഏതാപ്പ ഇയാൾ, കണ്ട പരിചയമില്ലല്ലോ, എവിടുത്തുകാരനാണ്, യാതൊരു ബന്ധവും പരിചയവും ഇല്ല, അയാൾക്കും ഒരാളെയും അറിയില്ല, ഭാഷ പോലും അറിയില്ല. അതാണ് ഒരു ഗരീബ്, അപരിചിതന്റെ അവസ്ഥ. ഇതുപോലെ ആയി മാറും സുന്നത്ത് പ്രകാരം ജീവിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇമാം ഷാത്തിബി പറയുന്നു, അതിന്റെ കുടുംബത്തിലും അയൽവാക്കത്തും അടക്കം അയാൾ അപരിചിതനായി മാറുന്നതാണ്. അതുവരെ വലിയ സ്നേഹവും ബന്ധവും ഉണ്ടായിരുന്ന ആളുകൾ അതോടെ ആ ബന്ധമെല്ലാം മുറിച്ചു കളയും. അതുവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ആളുകൾ ആ സ്നേഹം അവസാനിപ്പിക്കും. ഏറ്റവും അടുത്തവർ പോലും ഒരു പരിചയമില്ലാത്തവരായി മാറും. സലാം പോലും പറയാത്ത, സലാം പറഞ്ഞാൽ മടക്കാത്ത, കണ്ടാൽ പോലും മിണ്ടാതെ മാറിപ്പോകുന്ന, ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരാളെ പോലെ, യാതൊരു പരിചയമില്ലാത്ത ആളെ പോലെയായി അവൻ മാറും. അതാണ് ഇസ്ലാം ആരംഭിച്ചത് അപരിചിതാവസ്ഥയിലാണ്. ആ അപരിചിതാവസ്ഥ ഇനിയും ആവർത്തിക്കുക തന്നെ ചെയ്യുന്നതാണ്. അപരിചിതാവസ്ഥയിൽ ആരംഭിച്ചു ഒരാൾ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു മക്കയിലൊക്കെ ആദ്യകാലത്ത്. അതാണ് ബദൽ ഇസ്ലാം ഗരീബ എന്നാണ്. മുസ്ലിമായി വന്നാൽ അതുവരെ ഉണ്ടായ സുഹൃത്തുക്കളെല്ലാം ശത്രുക്കളായി മാറി. കുടുംബങ്ങളെ പോലും തള്ളിപ്പറഞ്ഞു അയാള്, മാതാപിതാക്കളെ പോലും തള്ളിപ്പറഞ്ഞു അയാള്. അയാൾക്ക് നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായി, പാത്തും പതുങ്ങിയും സ്വകാര്യമായും എവിടെയെങ്കിലൊക്കെ പോയി ഒളിച്ചു താമസിക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. അതാണ് ഇസ്ലാമിന്റെ ആവിർഭാവം. അതേ ഒറാബത്ത്, അതേ അപരിചിതാവസ്ഥ ഇനിയും ആവർത്തിക്കുമെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. എന്നിട്ടാ പറഞ്ഞത് ഫത്തൂബാ ലിൽ ഖുറബാ. അത്തരം അപരിചിതരായി മാറുന്ന ആളുകൾക്ക് മംഗളാശംസകൾ. ആ ഉറബാക്കളാവാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. ആരും കൈനീട്ട് സ്വീകരിക്കയില്ല, എല്ലാവരും നമ്മെ ആ നിൽക്ക് വരവേൽക്കയില്ല, എല്ലായിടത്തും ഒറ്റപ്പെടുത്തലായിരിക്കും. എവിടെയും നമ്മൾ ഒറ്റപ്പെട്ടവനായി മാറും. പക്ഷേ ഫത്തൂബ, അവർക്ക് മംഗളാശംസകൾ എന്ന് പറഞ്ഞ ആ പടച്ചറബിൽ നിന്നുള്ള ആ മംഗളാശംസയാണ് നമുക്ക് ആവശ്യം. ഈ രണ്ട് സുലുകൾ മുറുകെ പിടിക്കുക. ഒന്ന്, റബ്ബിനെ മാത്രം ആരാധിക്കുക. രണ്ട്, റബ്ബ് പഠിപ്പിച്ച പ്രകാരം മാത്രം ഇബാദത്തുകൾ ചെയ്യുക. ഒന്ന്, തൗഹീദ് സ്വീകരിക്കുക, സുന്നത്ത് മുറുകെ പിടിക്കുക, ശിർക്ക് ഒഴിവാക്കുക, ബിദ്അത്തുകളെ വർജിക്കുക. ഈ അടിസ്ഥാനമാണ് മതത്തിന്റെ ബേസ്. ആ നിലയ്ക്ക് ദീനിന്റെ ജീവിതത്തിൽ പാലിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.